നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ, വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ ഹൃദയഭൂമി, വയനാടൻ ചുരങ്ങളിലേക്ക് വഴി തുറക്കുന്ന കവാടം, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ പെരുമാളിന്റെ പുണ്യഭൂമി ഉൾക്കൊള്ളുന്ന കാർഷിക സംസ്കൃതിയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും മനോഹരമായ സമ്മേളനമായ പേരാവൂർ നിയോജക മണ്ഡലം. പേരാവൂർ, കേളകം, കണിച്ചാർ, കോളയാട്, കൊട്ടിയൂർ, മാലൂർ, മുഴക്കുന്ന്, അയ്യൻകുന്ന്, ആറളം, പായം തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളും ഇരിട്ടി എന്ന പ്രധാന പട്ടണവും ചേരുന്നതാണ് ഈ മണ്ഡലം. വളക്കൂറുള്ള മണ്ണും കഠിനാധ്വാനികളായ കർഷകരുമാണ് ഈ നാടിന്റെ സമ്പത്ത്. റബ്ബറും നാളികേരവും അടയ്ക്കയും കശുവണ്ടിയും കുരുമുളകുമെല്ലാം ഇവിടെ സമൃദ്ധമായി വിളയുന്നു. എന്നാൽ മലയോര മേഖല എന്ന നിലയിലുള്ള ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളും അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പോരായ്മകളും ദീർഘകാലം ഈ നാടിന്റെ മുന്നേറ്റത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കോ ഉന്നത വിദ്യാഭ്യാസത്തിനോ എന്തിനേറെ സുഗമമായ ഒരു യാത്രയ്ക്ക് പോലും മുൻപ് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ കാലം അതിവേഗം മാറുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളും പ്രത്യേകിച്ചും കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലായ കിഫ്ബി മുഖേന ലഭ്യമാകുന്ന സാമ്പത്തിക പിന്തുണയും പേരാവൂർ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റിയെഴുതുകയാണ്. നൂറുകണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, കുടിവെള്ളം, വ്യവസായം, ടൂറിസം, പട്ടികവർഗ വികസനം തുടങ്ങിയ സമസ്ത മേഖലകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തിന്റെ ആഴവും പരപ്പും നമുക്ക് ഓരോ മേഖലയും വിശദമായി പരിശോധിച്ച് മനസ്സിലാക്കാം. ആദ്യമായി ഒരു നാടിന്റെ ആരോഗ്യമാണ് അതിന്റെ സമ്പത്ത് എന്ന തത്വത്തിൽ ഊന്നി ആരോഗ്യരംഗത്തെ വലിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കിഫ്ബി പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന രംഗത്ത് വലിയ കുതിച്ചാട്ടമുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. സംസ്ഥാനത്താകെ അതിൻ്റെ നേട്ടങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. പേരാവൂർ മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിന് കിഫ്ബി ഫണ്ട് സഹായകരമായിരിക്കുകയാണ്. ഒട്ടേറെ പദ്ധതികൾ ആരംഭിച്ച് ചിലത് പൂർത്തിയാക്കുകയും ചിലതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുകയാണ്. പേരാവൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇരിട്ടി, പേരാവൂർ താലൂക്ക് ആസ്പത്രികളാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന അവരുടെ ഒരു ആശ്രയ കേന്ദ്രമായി ഇരിട്ടി, പേരാവൂർ താലൂക്ക് ആസ്പത്രികൾ നിൽക്കുകയാണ്. അവിടെ ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 100 കോടി രൂപ ഈ മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് മാത്രമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ റോഡുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപതിൽ നിൽക്കുന്നത് റോഡിൻ്റെ വികസനമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൽ മലയോര ഹൈവേ പേരാവൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ്. വള്ളിത്തോട് മുതൽ മണത്തണ വരെയുള്ള റീച്ച് നേരത്തെ തന്നെ അതിൻ്റെ നിർമ്മാണം നടന്നു. ഇപ്പോൾ അത് നവീകരിക്കാൻ വേണ്ടി കിഫ്ബി വഴി 58 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുപോലെ അമ്പായത്തോടുന്ന് ബോയ്സ് ടൗണിലേക്കുള്ള റീച്ചിൻ്റെ വർക്ക് ഏതാണ്ട് 35.6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അടുക്കുകയാണ്. പേരാവൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു കിഫ്ബിയുടെ വർക്കാണ് പായം പഞ്ചായത്തിലെ പെരുമ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് കല്ലുവേൽ വഴി നെല്ലിക്കാമ്പൂലേക്ക് എത്തുന്ന റോഡ് ഏതാണ്ട് 30 കോടി രൂപ അനുവദിച്ച ആ നിർമ്മാണം ഏതാണ്ട് പാതി വഴിക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ റോഡുകളുടെ കാര്യത്തിൽ കിഫ്ബി ഫണ്ട് വലിയ സഹായമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് എയർപോർട്ട് റോഡ്. മട്ടന്നൂർ എയർപോർട്ടിലേക്ക് മാനന്തവാടിയിൽ നിന്ന് കൊട്ടിയൂർ, പേരാവൂർ, ശൂരം വഴി കടന്നു പോകുന്ന റോഡിന് ഏതാണ്ട് 964 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയിട്ടുള്ളത്. ഏതാണ്ട് 22 കിലോമീറ്ററോളം വരുന്ന ദൂരം ആ റോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കടന്നു പോകുന്നത് പേരാവൂർ മണ്ഡലത്തിലൂടെയാണ്. അപ്പം അങ്ങനെ വലിയൊരു തുക കൂടി ഈ പേരാവൂർ മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാകുകയാണ്. അപ്പോൾ അതൊഴികെ ഏതാണ്ട് 125 കോടി രൂപ
റോഡ് പ്രവർത്തനം ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതിന് പുറമെയാണ് 964 കോടി രൂപയുടെ എയർപോർട്ട് റോഡിൻ്റെ വികസനം എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനം നമ്മളെ സ്കൂളുകളാണ്. സ്കൂളുകളുടെ വികസന കാര്യത്തിലും കിഫ്ബി ഫണ്ട് നമുക്ക് വലിയ സഹായം ലഭിച്ചിട്ടുണ്ട്. പാലാ ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ്. ആറളം ഹയർ സെക്കൻഡറി സ്കൂളിന് ഇപ്പം 3.9 കോടി രൂപ ആറളം ഹയർ സെക്കൻഡറി സ്കൂളിന് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതുപോലെ ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മണത്തണ ഹയർ സെക്കൻഡറി സ്കൂളിലും 3.9 കോടി രൂപ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 16.3 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ പേരാവൂർ മണ്ഡലത്തിൽ മാത്രം കിഫ്ബി ഫണ്ടായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് കുടിവെള്ളമാണ്. കുടിവെള്ളം പ്രധാനമായിട്ടും മട്ടന്നൂർ ഇരിട്ടി കുടിവെള്ള പദ്ധതി എന്ന പേരിൽ ഏതാണ്ട് 260 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഇരിട്ടി നഗരസഭാ പരിധിയിൽ 87.5 കോടി രൂപയാണ് വകയിരുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്, ഇരിട്ടി നഗരസഭയിൽ മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും പേരാവൂർ മണ്ഡലത്തിൻ്റെ എക്കാലത്തെയും ഈ മേഖലയുടെ ഏറ്റവും വലിയൊരു വികസനത്തിനാണ് കിഫ്ബി ഫണ്ട് വഴി സാധ്യമാവുന്നത്. അപ്പോൾ ഇതെല്ലാം സമീപകാലങ്ങളിൽ ഇത് പൂർത്തിയാവുന്നതോടുകൂടി വലിയ കുതിച്ചാട്ടം മലയോര മേഖലയ്ക്കകത്ത് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്രയമാണ് അവിടുത്തെ സർക്കാർ ആശുപത്രികൾ. പേരാവൂരിലും ഇരിട്ടിയിലുമുള്ള താലൂക്ക് ആശുപത്രികളെ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കാനുള്ള വലിയ പദ്ധതികളാണ് കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്നത്. പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ നവീകരണം 40.85 കോടി രൂപയുടെ ഈ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയത് പേരാവൂരിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പുതിയ OP ബ്ലോക്കുകൾ, കിടത്തി ചികിത്സാ വാർഡുകൾ, ആധുനിക ലബോറട്ടറി, ഓപ്പറേഷൻ തിയേറ്റർ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ നവീകരണത്തിന്റെ ഭാഗമായി വരും. വാപ്കോസ് ലിമിറ്റഡാണ് നിർമ്മാണ മേൽനോട്ടം. ഇത് പൂർത്തിയാകുമ്പോൾ ചെറിയ അസുഖങ്ങൾക്ക് പോലും കണ്ണൂരോ മറ്റു വലിയ പട്ടണങ്ങളിലോ പോകേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇരിട്ടി താലൂക്ക് ആശുപത്രിയുടെ വികസനം 64 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണ് ഇരിട്ടി താലൂക്ക് ആശുപത്രിക്കായി കിഫ്ബി അംഗീകരിച്ചിരിക്കുന്നത്. പേരാവൂരിനെ അപേക്ഷിച്ച് കൂടുതൽ വലിയ പട്ടണമായ ഇരിട്ടിയിലെ ആശുപത്രി നവീകരണം സമീപ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമാകും. സ്പെഷ്യാലിറ്റി OPകൾക്കും മികച്ച കിടത്തി ചികിത്സയ്ക്കും സൗകര്യങ്ങൾക്കും ഇത് വഴിയൊരുക്കും. KSEB ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. 3 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു എന്നത് പദ്ധതിക്ക് തുടക്കമായി എന്നത് സൂചിപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന വൃക്ക രോഗങ്ങൾ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമ്പോൾ കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ KMSCL വഴി കിഫ്ബി നടപ്പാക്കുന്ന 50 കോടിയോളം രൂപയുടെ ഭാഗമായി പേരാവൂർ മണ്ഡലത്തിലും ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നത് രോഗികൾക്ക് വലിയ ആശ്വാസമാകും. സംസ്ഥാനത്തൊട്ടാകെ 36 കോടിയോളം രൂപ ഇതിനകം ഈ പദ്ധതിക്കായി ചെലവഴിച്ചു. കോവിഡ് പോലുള്ള മഹാമാരികൾ നൽകിയ പാഠം ഉൾക്കൊണ്ട് ഭാവിയിലെ ഏത് പകർച്ചവ്യാധിയെയും നേരിടാൻ പ്രാദേശിക തലത്തിൽ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് 140 മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ. 236 കോടിയുടെ ഈ കിഫ്ബി പദ്ധതി പേരാവൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ശേഷി വർദ്ധിപ്പിക്കും. ഈ സംരംഭങ്ങളെല്ലാം ചേർന്ന് പേരാവൂരിലെ സർക്കാർ ആരോഗ്യ സംവിധാനത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരും. സാധാരണക്കാരന് മികച്ച ചികിത്സാ സൗകര്യം വീടിനടുത്ത് തന്നെ ലഭ്യമാകും. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ശുദ്ധജലം, പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ മലയോര മേഖലയിലെ പലർക്കും കിട്ടാക്കനിയായിരുന്നു. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥ. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുകയാണ് കിഫ്ബി സഹായത്തോടെ കേരള വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്ന മെഗാ കുടിവെള്ള പദ്ധതികൾ. മട്ടന്നൂർ, ഇരിട്ടി മുനിസിപ്പാലിറ്റികൾക്കായുള്ള പദ്ധതി. ഈ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായി. 70 കോടി രൂപയുടെ പണികൾ തീർന്നു. ഇത് ഈ നഗരസഭകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പാക്കും. വിതരണ ശൃംഖല ആദ്യഘട്ട പദ്ധതിയുടെ തുടർച്ചയായി കൂടുതൽ വിപുലമായ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ 269 കോടി രൂപയുടെ 2ാം ഘട്ട വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഇത് വരും ദശകങ്ങളിലെ ആവശ്യം കൂടി മുന്നിൽ കണ്ടുള്ളതാണ്. പേരാവൂർ ക്ലസ്റ്റർ പദ്ധതി. പേരാവൂർ, മുഴക്കുന്ന്, പായം, അയ്യൻകുന്ന് പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള ഈ വലിയ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകി. 1 കോടി രൂപയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു. പഴശ്ശി പോലുള്ള ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ച് വീടുകളിലെത്തിക്കുന്ന ഈ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ പേരാവൂർ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം ചരിത്രമാകും. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിത നിലവാരത്തിലും വലിയ പുരോഗതി ഉണ്ടാക്കും.
കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സാമീപ്യവും വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടം എന്ന നിലയിലുള്ള സ്ഥാനവും പേരാവൂരിന്റെ ഗതാഗത പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനും മലയോര മേഖലയിലെ യാത്രാ ക്ലേശങ്ങൾക്ക് അറുതി വരുത്താനുമായി കിഫ്ബി സഹായത്തോടെ റോഡ് ഫണ്ട് ബോർഡ് നടപ്പാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഗതാഗത രംഗത്തെ ഒരു കുതിച്ചുചാട്ടമാണ്. മലയോര ഹൈവേ മലബാർ വികസനത്തിന്റെ നട്ടെല്ല്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ഈ സ്വപ്ന പദ്ധതിയുടെ കണ്ണൂർ ജില്ലയിലെ പ്രധാന ഭാഗങ്ങൾ പേരാവൂർ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള സുഗമമായ യാത്ര ഉറപ്പാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്ടിവിറ്റി പാക്കേജുകൾ പേരാവൂരിന് വലിയ നേട്ടമാണ്. വയനാടിനെയും കണ്ണൂരിനെയും മലയോര മേഖലയിലൂടെ ബന്ധിപ്പിക്കുന്ന ഈ തന്ത്രപ്രധാന പാതയുടെ നിർമ്മാണം 2 റീച്ചുകളിലായാണ്. പെരുമ്പാറമ്പ് നെല്ലിക്കാമ്പോയിൽ റോഡ്, വട്ടോടി, ഓടന്തോട്, ചെക്കുപാലം തുടങ്ങിയ പാലങ്ങളുടെ നിർമ്മാണം എന്നിവയും ഗ്രാമീണ മേഖലയിലെ ഗതാഗതം സുഗമമാക്കുന്നു. ഈ പദ്ധതികളെല്ലാം കേവലം കോൺക്രീറ്റ് നിർമ്മിതികളല്ല, മറിച്ച് പേരാവൂരിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ചാലക ശക്തികളാണ്. ഒരു നാടിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ യുവതലമുറയാണ്. അവർക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിലും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലെത്തിക്കുന്നതിലും പേരാവൂർ മണ്ഡലം ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാകുമ്പോൾ കിഫ്ബിയുടെ സ്കൂൾ നവീകരണ പദ്ധതികളുടെ ഭാഗമായി കണ്ണൂർ ക്ലസ്റ്റർ 18, കണ്ണൂർ ഫേസ് 2, മറ്റ് വിവിധ ക്ലസ്റ്ററുകൾ എന്നിവയിലൂടെ പേരാവൂർ മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾ ഭൗതിക സാഹചര്യങ്ങളിൽ അത്ഭുതകരമായ മാറ്റം കൈവരിച്ചു. സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം ഇന്ന് യാഥാർത്ഥ്യമാണ്. കില, കൈറ്റ് തുടങ്ങിയ ഏജൻസികളാണ് ഈ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനൊപ്പം പൊതുവിദ്യാഭ്യാസത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിച്ചു. ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച് ആറളം ഫാമിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ്. 18 കോടി 60 ലക്ഷം രൂപ ചെലവിൽ KSCC നിർമ്മിക്കുന്ന ഈ സ്ഥാപനം താമസം, ഭക്ഷണം, പഠനം എന്നിവയെല്ലാം ഒരുക്കി ഒരു തലമുറയെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ തയ്യാറെടുക്കുകയാണ്. നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം ജനങ്ങളുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും പേരാവൂരിൽ വേരുറപ്പിക്കുകയാണ്. ഗ്രാമീണ മേഖലയിൽ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ KSFDC പായത്ത് നിർമ്മിക്കുന്ന 7 കോടി രൂപയുടെ തിയേറ്റർ സമുച്ചയം വിനോദത്തിനും ഒത്തുചേരലിനും പുതിയ ഇടം നൽകും. കിൻഫ്രയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലും പാലക്കാടുമായി വ്യവസായ പാർക്കുകൾക്കായി 12,727 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതി പുരോഗമിക്കുന്നു. ഇത് പൂർത്തിയാകുമ്പോൾ 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിന്റെ ഗുണഫലം പേരാവൂർ പോലുള്ള സമീപ മണ്ഡലങ്ങളിലും യുവജനങ്ങൾക്ക് ലഭിക്കും. KDISCന്റെ വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതി മാറുന്ന ലോകത്തിനനുസരിച്ച് യുവജനങ്ങളെ പ്രാപ്തരാക്കാൻ സഹായിക്കും. ഉളിയിലെ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് വരുന്നതോടെ സർക്കാർ സേവനങ്ങൾക്കായി ജനങ്ങൾക്ക് അലയേണ്ടി വരില്ല. തലശ്ശേരി പൈതൃക പദ്ധതി പോലുള്ളവ കണ്ണൂർ ജില്ലയുടെ ടൂറിസം ഭൂപടത്തിന് നൽകുന്ന ഉണർവ് കൊട്ടിയൂർ, ആറളം തുടങ്ങിയ പ്രദേശങ്ങളുള്ള പേരാവൂരിനും ഗുണകരമാകും. പേരാവൂർ നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ യാത്ര വികസനത്തിന്റെ ബൃഹത്തായ ഒരു ക്യാൻവാസാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. 100 കണക്കിന്, 1000-കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഈ മലയോര മണ്ണിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇത് കേവലം അക്കങ്ങളുടെ കളിയല്ല, മറിച്ച് പേരാവൂരിലെ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്ന യാഥാർത്ഥ്യമാണ്. കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നവർക്ക് ശുദ്ധജലം, യാത്രാ ദുരിതം അനുഭവിച്ചവർക്ക് മികച്ച റോഡുകൾ, വിദഗ്ധ ചികിത്സ കിട്ടാക്കനിയായിരുന്നവർക്ക് ആധുനിക ആശുപത്രികൾ, മികച്ച പഠനാന്തരീക്ഷം സ്വപ്നം കണ്ട കുട്ടികൾക്ക് ഹൈടെക് സ്കൂളുകൾ,
പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൈത്താങ്ങ്. ഇങ്ങനെ സമസ്ത മേഖലകളിലും വികസനത്തിന്റെ വെളിച്ചമെത്തിക്കാൻ കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നു. ഈ മുന്നേറ്റം പേരാവൂരിന്റെ മാത്രം കഥയല്ല, ഇത് നവകേരള നിർമ്മിതിയുടെ ഭാഗമാണ്. ഇച്ഛാശക്തിയുള്ള ഭരണകൂടവും കിഫ്ബി പോലുള്ള നൂതന ധനസമാഹരണ സംവിധാനങ്ങളും കൃത്യമായ ആസൂത്രണവും കാര്യക്ഷമമായ നിർവഹണവും ഒത്തുചേർന്നാൽ ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് ഒരു നാടിന് എങ്ങനെ മുന്നേറാൻ കഴിയും എന്നതിൻ്റെ ജ്വലിക്കുന്ന ഉദാഹരണമാണ് നമ്മൾ പേരാവൂരിൽ കാണുന്നത്. ഈ വികസന യാത്ര പേരാവൂരിന് കൂടുതൽ ശോഭനമായ സമൃദ്ധമായ ഒരു ഭാവിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. വയനാട് ജില്ലയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ സിരാകേന്ദ്രങ്ങളിൽ ഒന്നായ വീരപഴശ്ശിയുടെ ഓർമ്മകൾ തുടിക്കുന്ന മാനന്തവാടി നിയോജക മണ്ഡലം. മാനന്തവാടി മുനിസിപ്പാലിറ്റിയും എടവക, പനമരം, തിരുനെല്ലി, തവിഞ്ഞാൽ, തൊണ്ടർനാട്, വെള്ളമുണ്ട എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മാനന്തവാടി നിയോജക മണ്ഡലം. കബനിയും മാനന്തവാടി പുഴയും തഴുകിയൊഴുകുന്ന പച്ചപ്പ് നിറഞ്ഞ മലനിരകളും വയലേലകളും വനങ്ങളും ആദിവാസി ഗോത്ര പാരമ്പര്യവും ചേർന്ന സവിശേഷമായ ഭൂപ്രകൃതിയാണ് ഇവിടത്തേത്. ടൂറിസം സാധ്യതകൾ ഏറെയുണ്ടെങ്കിലും മലയോര മേഖല എന്ന നിലയിലും വലിയൊരു ശതമാനം ആദിവാസി ജനവിഭാഗങ്ങൾ വസിക്കുന്ന പ്രദേശം എന്ന നിലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാനന്തവാടി ദീർഘകാലം പിന്നിലായിരുന്നു. യാത്രാക്ലേശം, ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ അപര്യാപ്തത, ശുദ്ധജല ദൗർലഭ്യം എന്നിവയെല്ലാം ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളായിരുന്നു. എന്നാൽ വികസന കാര്യത്തിൽ വയനാടിനോടുള്ള മുൻഗണനക്കുറവ് എന്ന പരാതിക്ക് ഇന്ന് വലിയ മാറ്റം വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കിഫ്ബി വഴി നടപ്പാക്കുന്ന നൂതനവും ബൃഹത്തായതുമായ പദ്ധതികൾ മാനന്തവാടി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് പുതിയ ഊർജം പകരുകയാണ്. വികസന രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമുക്ക് അവകാശപ്പെട്ട വിഹിതം, വിവിധ മേഖലകളിലെ ഫണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ തന്നെ അതിനൊരു ശക്തമായ ബദൽ എന്ന നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് കിഫ്ബി. ആ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും വലിയ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ വർഷങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വയനാട് ജില്ലയിലും ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഗതാഗത രംഗത്ത്, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ടൂറിസം രംഗത്ത്, കുടിവെള്ള വിതരണ രംഗത്ത് എല്ലാം തന്നെ അഭൂതപൂർവമായിട്ടുള്ള വികസന മുന്നേറ്റമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ളത്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് മാനന്തവാടി അസംബ്ലി മണ്ഡലം. മാനന്തവാടിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളും മാനന്തവാടി മുനിസിപ്പാലിറ്റിയും ചേരുന്ന മാനന്തവാടി നിയോജക മണ്ഡലം ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു നാടാണെന്ന് നമുക്കറിയാം. ബ്രിട്ടീഷ് ഏകാധിപത്യത്തിനെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള പഴശ്ശിയുടെ വീരേതിഹാസം രചിച്ച ഒരു നാടാണ് മാനന്തവാടി. പഴശ്ശിരാജ അന്ത്യവിശ്രമം കൊള്ളുന്ന മാനന്തവാടിയിൽ പ്രിയപ്പെട്ട ശ്രീ OR കേളു MLA ആയതിനു ശേഷം വയനാടും മാനന്തവാടിയൊക്കെ പിന്നോക്കമാണ് എന്നുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ചൊല്ലുണ്ടായിരുന്നു. അതിൽ നല്ല മാറ്റം വന്നു. ഏതൊരു നിയോജക മണ്ഡലത്തോടും കിടപിടിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കിഫ്ബി എന്ന ആ ഒരു വലിയ ആശയം നമ്മുടെ സംസ്ഥാനം നടപ്പാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ സാധ്യമായത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ സാമ്പത്തിക ഞെരുക്കം നമ്മളെ നേരിടുന്ന രീതിയിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം കൊണ്ട് നമുക്ക് വലിയ പ്രയാസം നേരിടുമായിരുന്നതിനെ ഒരു പരിധിവരെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസന മുന്നേറ്റം സാധ്യമാക്കിയത് കിഫ്ബി ഫണ്ട് കൊണ്ടാണെന്ന് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് മാനന്തവാടി മണ്ഡലം എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, ടൂറിസം, നൈപുണ്യ വികസനം തുടങ്ങിയ എല്ലാ മേഖലകളിലും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെ ഈ മണ്ണിലേക്ക് എത്തുന്നത്. ഈ വികസന മുന്നേറ്റത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം.
ആദ്യമായി ഒരു നാടിൻ്റെയും പ്രത്യേകിച്ച് മലയോര മേഖലയുടെ വികസനത്തിന് അടിത്തറയിടുന്ന ഗതാഗത രംഗത്തെ വലിയ മാറ്റങ്ങൾ പരിശോധിക്കാം. വയനാടിന്റെ ദുർഘടമായ ഭൂപ്രകൃതിയിൽ മികച്ച റോഡ് ശൃംഖല ഒരുക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. എന്നാൽ കിഫ്ബി പിന്തുണയോടെ പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന നടപ്പിലാക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളാണ്. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേയുടെ വയനാട് ജില്ലയിലെ പ്രധാന ഭാഗങ്ങൾ ഈ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡ്, ബോയ്സ് ടൗൺ വളത് കുങ്കിച്ചിറ റോഡ്, തലശ്ശേരി ബാവലി റോഡിന്റെ ഭാഗങ്ങൾ, മാനന്തവാടി കൽപ്പറ്റ റോഡ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന 186 കോടി 65 ലക്ഷം രൂപയുടെ വലിയ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനകം 112 കോടി 51 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി എന്നത് വലിയ നേട്ടമാണ്. ഇത് വയനാടിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനൊപ്പം അയൽ ജില്ലകളിലേക്കുള്ള യാത്രയും സുഗമമാക്കും. 36 കോടി 52 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയും മലയോര ഹൈവേയുടെ ഭാഗമാണ്. ഇതിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. 45 കോടി 55 ലക്ഷം രൂപ ചെലവിൽ BM&BC നിലവാരത്തിൽ നവീകരിക്കുന്ന ഈ പ്രധാന റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 36 കോടി 19 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി. ഇത് മാനന്തവാടി ടൗണിന്റെ ഗതാഗതക്കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും. സുൽത്താൻ ബത്തേരിയെയും മാനന്തവാടിയെയും ബന്ധിപ്പിക്കുന്ന ബീനാച്ചി പനമരം റോഡിന്റെ നവീകരണത്തിനായി 72 കോടി 19 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. 39 കോടി 98 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 55 കോടി 25 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയും BM&BC നിലവാരത്തിൽ ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. 52 കോടി 19 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞു. 17 കോടി 78 ലക്ഷം രൂപയുടെ ഈ റോഡ് നവീകരണവും പൂർത്തിയായി വരുന്നു. കണിയാരം ആറാട്ടുതറ റോഡിന്റെ 20 കോടി 90 ലക്ഷം രൂപയുടെ ഈ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. നിർമ്മാണം ഉടൻ ആരംഭിക്കും. തിരുനെല്ലി പഞ്ചായത്തിലെ കാളിന്തിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന നെട്ടറ പാലം ആദിവാസി മേഖലകളിലേക്കുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാകും. 15 കോടി 27 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മാനന്തവാടിയിൽ നിന്നുള്ള എളുപ്പയാത്ര സാധ്യമാക്കുന്ന റോഡ് 3ന്റെ ആദ്യ റീച്ചായ മാനന്തവാടി ബോയ്സ് ടൗൺ റോഡിനും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതോടെ വയനാടിന്റെ ടൂറിസം വാണിജ്യ സാധ്യതകൾക്ക് വലിയ ഉത്തേജനമാകും. മാനന്തവാടി ഒണ്ടയങ്ങാടി തിശ്ശിലേരി റോഡിന്റെ നവീകരണവും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. ഈ റോഡുകളും പാലങ്ങളും യാഥാർത്ഥ്യമാകുന്നതോടെ മാനന്തവാടി മണ്ഡലത്തിലെ ഗതാഗത രംഗത്ത് ഒരു പുതിയ യുഗം പിറക്കും. യാത്രാസമയം കുറയും, അപകടങ്ങൾ ഒഴിവാകും, കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ എളുപ്പമാകും, ടൂറിസം വികസിക്കും. അറിവിന്റെ വെളിച്ചം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ രംഗത്തും വലിയ മുന്നേറ്റമാണ് മാനന്തവാടിയിൽ നടക്കുന്നത്. കിഫ്ബിയുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ ഭാഗമായി വയനാട് ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് നവീകരിക്കുന്നതിന്റെ ഗുണഫലം മാനന്തവാടി മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്കും ലഭിക്കുന്നു. വയനാട് ക്ലസ്റ്റർ 26, വയനാട് ഫേസ് 1, തൃശൂർ വയനാട് ക്ലസ്റ്റർ, വയനാട് ക്ലസ്റ്റർ ഫേസ് 7, വയനാട് ഫേസ് 3 ക്ലസ്റ്റർ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപയാണ് സ്കൂൾ നവീകരണത്തിനായി കിഫ്ബി നൽകുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, ഇൻകെൽ ലിമിറ്റഡ് തുടങ്ങിയ ഏജൻസികളാണ് നിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.
ഇതിലൂടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ, അടുക്കളകൾ, ചുറ്റുമതിലുകൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി. ഇത് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നതിനൊപ്പം ആദിവാസി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും സഹായിക്കുന്നു. വലിയൊരു ശതമാനം ഫണ്ട് ഇതിനകം വിനിയോഗിച്ച് പദ്ധതിയുടെ വേഗതയെ സൂചിപ്പിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കിഫ്ബി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്നു. മേപ്പാടി, ചേലക്കര, ഷൊർണൂർ പോളിടെക്നിക്കുകൾക്കൊപ്പമുള്ള പാക്കേജിൽ ഉൾപ്പെടുത്തി മാനന്തവാടി പോളിടെക്നിക്കിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 13,35,00,000 രൂപയുടെ പദ്ധതി നടപ്പിലാക്കി. ഇതിനകം 12 കോടി രൂപയോളം ചെലവഴിച്ചു. ഇത് മലബാറിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുതൽക്കൂട്ടാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായി കിറ്റ്കോ ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന 10 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ ഗുണഫലവും വയനാട്ടിലെ കോളേജുകൾക്കും ലഭിക്കും. ജനങ്ങളുടെ ആരോഗ്യത്തിനും അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം ഉറപ്പാക്കുന്നതിനും സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നു. സംസ്ഥാന വ്യാപകമായി കിഫ്ബി സഹായത്തോടെ KMSCL നടപ്പാക്കുന്ന ഡയാലിസിസ് സെന്റർ പദ്ധതി മാനന്തവാടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വൃക്ക രോഗികൾക്ക് വലിയ ആശ്വാസമാണ്. കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് ചെയ്യാൻ ഇത് അവസരമൊരുക്കുന്നു. പകർച്ചവ്യാധികളെ നേരിടാൻ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളെ സജ്ജമാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയും മാനന്തവാടിയിലെ ആരോഗ്യ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകും. കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ മാനന്തവാടി, എടവക, നല്ലൂർനാട് ഗ്രാമങ്ങളിലെ കുടിവെള്ള വിതരണ ശൃംഖല വിപുലീകരിക്കുന്നു. 18 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ 14 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി എന്നത് ശുദ്ധജലം ഉടൻ വീടുകളിലെത്തും എന്നതിന് സൂചനയാണ്. ഇവയ്ക്ക് പുറമെ മറ്റ് ചില പ്രധാന പദ്ധതികളും മാനന്തവാടി മണ്ഡലത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം പകരുന്നു. KDISC നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതി വയനാട്ടിലെ യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം നേടാനും പ്രാദേശികമായി തൊഴിൽ കണ്ടെത്താനും സഹായിക്കും. തലശ്ശേരി പൈതൃക പദ്ധതിയുടെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയുടെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനം വയനാട് ടൂറിസത്തിലും ഉണ്ടാകും. ഇത് മാനന്തവാടിയിലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് ഗുണകരമാകും. കെട്ടിട നിർമ്മാണ കോർപ്പറേഷൻ നടപ്പാക്കുന്ന രജിസ്ട്രേഷൻ കോംപ്ലക്സ് ക്ലസ്റ്ററിന്റെ ഭാഗമായുള്ള വികസനങ്ങൾ സർക്കാർ സേവനങ്ങൾ എളുപ്പമാക്കും. മാനന്തവാടി നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര വലിയ മാറ്റത്തിൻ്റെയും പ്രത്യാശയുടേതുമാണ്. മലകളും കാടുകളും നിറഞ്ഞ ഈ ഭൂപ്രദേശത്ത് ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കാനും അറിവിൻ്റെ വെളിച്ചമെത്തിക്കാനും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനും ദാഹമകറ്റാനും സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണ്. 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇത് കേവലം കണക്കുകളോ വാഗ്ദാനങ്ങളോ അല്ല. മാനന്തവാടിയിലെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ആദിവാസി സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയുടെ പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന പ്രവർത്തനങ്ങളാണ്. പൂർത്തിയായ റോഡുകളും പാലങ്ങളും, നവീകരിച്ച സ്കൂളുകളും ആശുപത്രികളും, കുടിവെള്ളം എത്തുന്ന വീടുകളും ഈ മാറ്റത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാണ്. പരിഗണനയിലുള്ള പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ മാനന്തവാടി വികസനത്തിൻ്റെ പാതയിൽ കൂടുതൽ വേഗത്തിൽ മുന്നേറും. ഇത് കിഫ്ബി എന്ന വിജയകരമായ മാതൃകയുടെയും നാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന ഭരണകൂടത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പ്രതിഫലനമാണ്. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.